ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനി നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈശോ പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ എങ്ങനെയാണ് കൽപ്പനകൾ പാലിക്കണത്? കൽപ്പനകളല്ല പ്രശ്നം ഇവിടെ. നിങ്ങൾ സാങ്കേതികമായിട്ട് കുറേ കൽപ്പന പാലിച്ചാൽ പറ്റത്തില്ല. എങ്ങനെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ. അപ്പോൾ കൽപ്പനകൾക്കല്ല പ്രാധാന്യം അവിടെ. പിന്നെയും മാറുകയാണ് കാര്യം. ടെസ്റ്റ് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വിഷയം ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പം എന്തിനാ ഉടമ്പടി എടുക്കണേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. അപ്പം എന്തിനാ ഉടമ്പടി എടുക്കണേ? സ്വരതി പറ. ദൈവത്തെ കൽപ്പന പാലിക്കാനല്ലല്ലോ. അതാ വിഷയം. കൽപ്പന പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണത് വസ്തുസ്നേഹമാണോ വിഷയസ്നേഹമാണോ എന്നറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പലപ്പോഴും കാണിച്ചു കൂട്ടിയിരിക്കണത് എന്താ പറയുക? പശ്ചാത്താപം എവിടുന്നാണ് വേണ്ടതെന്നറിയാമോ? പശ്ചാത്താപം വേണ്ട സ്ഥലങ്ങൾ പറയുകയാണെന്ന്. പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് ശ്രദ്ധിക്കാൻ പറയും. വചനം അവസാനിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് കേൾക്കുവിൻ, നോക്കുവിൻ. വെളിപാട് 2:5. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. ദീപവും ദീപനാളവും എല്ലാം ബൈബിളിൽ എന്തിൻ്റെ പ്രതീകമാണ്? വിശ്വാസത്തിന്. നീ ഇവിടെ എന്താ പറയണത്? വെളിപാട് 2:5 ഒന്നര വായിച്ചേ. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ വിശ്വാസം എടുത്ത് കളയുമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ
പശ്ചാത്തപിക്കാത്ത ജീവിതം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്ന പരിണത ഫലം എന്താണ്? വിശ്വാസം എടുത്തു കളയും. പിന്നെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പ്രാർത്ഥനാ ജീവിതം പോവും. പല ആൾക്കാരുടെയും പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞതിൻ്റെ കാരണം എന്താ? വിശ്വാസം പോയിട്ടാണ്. വിശ്വാസം പോകാൻ കാരണം എന്താണ്? പശ്ചാത്തപിക്കാത്തത് കൊണ്ടാണ്. പശ്ചാത്തപിക്കുന്നത് എന്താണ്? പശ്ചാത്തപിക്കേണ്ടത് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന് പറയും. എന്താ പ്രശ്നം? ഏത് അവസ്ഥ അത് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എവിടെ നിന്നാണ് ഈ തകർച്ച തുടങ്ങിയത്? തകർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തകർച്ച തുടങ്ങും ചിലർക്ക്. എന്താ കാര്യം? ആ മിസ്പ്ലഗിങ് കൊണ്ടുകൊണ്ടാണ്. നിങ്ങളവിടെ വിളിച്ച് ചോദിക്കണേ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അതെ, അവനിപ്പോൾ കുറച്ച് ചുറ്റിക്കളി കൂടുതലാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന്. തീർന്നില്ല പരിപാടി. തകർച്ച തുടങ്ങി. നീ ഏത് അവസ്ഥയിൽ നിന്ന് അതപ്പച്ചോന്ന് അറിയണമെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടുകാർ നാട്ടുകാർ ചോദിക്കുക എന്തിനാ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ പോയത്? അതെ, ആ വസ്തു വിൽക്കാൻ വസ്തുവിന് വഴിയൊന്നുമില്ല. വഴിയില്ലാത്ത വസ്തു കണ്ടവൻ്റെ പെട്ടെന്ന് കെട്ടിവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വഴിയില്ലാത്ത വസ്തുവിന് കർത്താവ് വഴി ഉണ്ടാക്കി തരും. അത് മറ്റുള്ള അറിയിക്കാതെ അവൻ്റെ പെടയ്ക്ക് വേണ്ടി കെട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നീ ചിന്തിക്കണം. നിന്നോട് ചോദിക്കണം എന്തിനാണ് ഉടമ്പടി എടുത്തത്? ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് 3 തോറ്റ്. OET എഴുതി ഞാൻ മടുത്ത്. ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് MOH എഴുതാവാൻ നോക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ MOH ആണ് OET ആണ് എന്ന് ഞാൻ എഴുതില്ല. ഞാൻ വിദേശത്ത് ജോലിയൊന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ദൈവമാണ് തീരുമാനിക്കേണ്ടത്. OET ആണ് MOH ആണെന്ന് ദൈവം തീരുമാനിക്കണം. അപ്പോൾ നീ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഞാൻ OET 3 പ്രാവശ്യം എഴുതി, ഇനി MOH എഴുതണം IELTS എഴുതണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ല ഉടമ്പടിയുടെ ഇഷ്ടം. എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കേണ്ടത്? കർത്താവിനെ സ്നേഹിക്കാൻ. അതാണ് ഉത്തരം. ബാക്കിയുള്ളത് നമ്മുടെ വിഷയമല്ല. എന്തിനാണ് ഉടമ്പടി എടുത്തത്? കർത്താവിനെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ ഉത്തരം എന്താണ്? അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ. എത്ര ദിവസത്തേക്ക്? 90 ദിവസത്തേക്ക്. അപ്പം അതാ. പക്ഷേ അങ്ങനെ ഒരാളിന് 90 ദിവസത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. 90 ദിവസത്തേക്ക് ഒരാളിന് നിലനിൽക്കാൻ പറ്റത്തില്ല. വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉടമ്പടി എടുക്കുന്നവരാണ് 90 ദിവസം കഴിയുമ്പോൾ ഉഴപ്പണത്. വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉടമ്പടി ജീവിക്കേണ്ടത്. ആരാണ്? കർത്താവിനെയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും, അല്ലെങ്കിൽ കത്തത്തില്ല, നനഞ്ഞിരിക്കും. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഒത്തിരി കുടിക്കും എന്നതായിട്ട് സ്വപ്നം കാണും, വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാർക്കുണ്ട്. Take the bread of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 29:8. യെശയ്യാ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ബൈബിൾ എന്ത് രസമാണെന്നറിയാമോ? ഓരോ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലും ഉഡായിപ്പുകൾ ഇങ്ങനെ വെളിവാക്കും. നിങ്ങളെ ഉടമ്പടി എടുത്തതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി എടുക്കാത്ത വരണ്ട തൊണ്ടയായിട്ട് എഴുന്നേറ്റ് തന്നെ കാണാം. ഉടമ്പടി എടുത്തായിട്ട് സ്വപ്നം കാണുകയാണ്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചതാണെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് മാത്രമാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീജ അക്കിൻ. ഇതെൻ്റെ ഹസ്ബൻഡ് അക്കിൻ, മോള് ആഷ്ന അക്കിൻ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി 3ാമതും സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ചതിന് എൻ്റെ അമ്മയ്ക്കും കർത്താവിനും ഞാൻ 1000 നന്ദി പറയുന്നു.
ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ഉടമ്പടി ഇപ്പോൾ 7ാമത്തെ പ്രാവശ്യമാണ് പുതുക്കിയിരിക്കുന്നത്. ഇത്രയും ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ഉടമ്പടി പാലിച്ച് തന്നെ പോരുകയാണ്. ഇന്ന് ഞാൻ ജർമ്മനിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരുവാണ്. മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അഖണ്ഡ ജപമാല റാലി കൂടി ഞാൻ ജോസഫ് അച്ഛനെ കണ്ട ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. എനിക്ക് അവിടെ ജർമ്മനിയിലൊരു പ്രത്യേകം ഒരു എക്സാമുണ്ട് ഞങ്ങൾക്ക്, നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സാം. അത് ഞങ്ങൾക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പം 2ാമത്തെ പ്രാവശ്യവും കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോരണമെന്നാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവണമെന്നും പറഞ്ഞ് എനിക്ക് ആ എക്സാമിന് പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുക്കാൻ നിന്നപ്പം നമുക്ക് ഇവിടുത്തെ പോലെ എക്സാമിന് അവർ ഹാൾ ടിക്കറ്റ് ഒന്നും തരത്തില്ല. അവർ നമ്പർ മാത്രം എന്നാണെന്ന് എക്സാം എന്നുള്ളത് നമ്മളെ ഫോൺ വിളിച്ച് അറിയിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്ത് ഇവിടെ വന്നപ്പം അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പം എന്നോട് ഹാൾ ടിക്കറ്റ് അവർ ചോദിച്ചു. അപ്പോൾ ഈ എഴുതിയ ഈ രേഖ വെച്ച് അച്ഛനെ കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, അച്ഛൻ സമ്മതിക്കുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മേ, മാതാവിനെ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ വേറെ രേഖയൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ അച്ഛൻ എന്നെ പ്രത്യേകമായി ബ്ലെസ് ചെയ്ത് കാശുരൂപം തന്നുവിട്ട് പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞു. അതുതന്നെ എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ജനുവരിയിൽ എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തീരണമെങ്കിൽ ജനുവരി ലാസ്റ്റൊക്കെ ആവും. അപ്പം എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഒക്ടോബർ 19 എടുത്തത് ജനുവരി 19 തീരുന്നതുകൊണ്ട് അതിന് മുമ്പ് മാതാവ് തന്നെ എനിക്കൊരു ഡേറ്റ് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഞാൻ പോയി ഒരാഴ്ച ആകുന്നതിന് മുമ്പ് അവിടുന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ജനുവരി 16 എക്സാമിന് ഡേറ്റ് കിട്ടിയെന്ന്. അപ്പം തന്നെ എനിക്ക് ബോധ്യമായി മാതാവ് ഇടപെട്ടു എന്നുള്ളത്. അങ്ങനെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പാസ്സായില്ലെങ്കിൽ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സും എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ കർത്താവ് ഇടപെടും, മാതാവ് സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാനൊരു പേപ്പറിൽ ഡേറ്റ് ഇട്ട് മാതാവിനോട്, പിന്നെ ജനുവരി 21 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുള്ളതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഗിഫ്റ്റായിട്ടും അമ്മ എന്നെ ജയിപ്പിക്കണം എന്നും പറഞ്ഞ് ഞാനൊരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ എക്സാമിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എക്സാം ഇരിക്കുന്ന റൂമിലും എല്ലാം ഉടമ്പടി ഉപ്പിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞാൻ കൈ കൊണ്ടു നടക്കാറുണ്ട്, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റാറില്ല. ഡ്യൂട്ടിയുടെ സമയത്തും ഞാൻ പോക്കറ്റിലിടും. എപ്പോഴും ഉടമ്പടി കാശുരൂപം കയ്യിലുള്ളത് എനിക്കൊരു വല്ലാത്തൊരു ധൈര്യമാണ്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. എനിക്ക് ആദ്യത്തെ പരീക്ഷനെ കഴിഞ്ഞും അങ്ങനെ വലിയൊരു ഈസി ആയിട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് അവരത് പറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്തും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എന്നോട് വിളിച്ച് പറഞ്ഞു എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും സഹായം കൊണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചതെന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അച്ഛൻ പറയാറുള്ളത് പോലെ എപ്പോഴും ഞാനത് പറയാറുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ അതിങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ച് ഉടമ്പടി തൈലം വെച്ച് കാശുരൂപം ഉടമ്പടി തൈലം കൊണ്ടും കാശുരൂപം കൊണ്ടും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് പാങ്ക്രിയാറ്റിസിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് പുള്ളിക്കാരന് വയറുവേദനയൊക്കെ ആയിട്ടൊരു വയ്യാതെ വന്നായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവായിട്ട് എനിക്ക് തോന്നിച്ചു ഇങ്ങനെ പോയി സ്കാൻ ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. അങ്ങനെ ബ്ലഡ് റിപ്പോർട്ട് സ്കാനും ചെയ്ത് നോക്കിയപ്പം
ഞാനിവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു, പാൻക്രിയാസിൽ ഇൻഫ്ലമേഷനാണ്, അത് കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെയാണ്, ഹസ്ബൻഡ് ഇവിടെ ഭയങ്കര ടെൻഷനുമായി. ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് സഹായിക്കും. ഞാൻ വിശ്വാസത്തോടെ എൻ്റെ വയറേലും ഉടമ്പടി തൈലം തേച്ച് ഞാൻ പുള്ളിക്ക് വേണ്ടി വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അടുത്ത പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞ് നോക്കിയപ്പോൾ അത് നോർമലായിരുന്നു. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെയും ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് വന്നിട്ടേ ഇല്ല. അത് മാതാവിൻ്റെ ഇടപെടലാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്കവിടെ ഇൻറ്റൻസീവിലായിരുന്നു ഡ്യൂട്ടി. ഞാൻ ഇവിടെ ഇൻറ്റൻസീവിൽ തന്നെ ചെയ്ത് അവിടെയും അവിടെ ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റും കുറച്ച് ഏജ് ആയിട്ടുള്ള പേഷ്യൻറ്റും ഇൻറ്റൻസീവിലാണ്. കുറച്ച് റിസ്ക് ആണെങ്കിലും എനിക്ക് അവിടെ ആ പേഷ്യൻറ്റിനെ നോക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഭാഷ ഇമ്പ്രൂവ് ആകണമെന്നൊക്കെ പറഞ്ഞ് അവർ വാർഡിലോട്ട് ഇങ്ങനെ ഡ്യൂട്ടി മാറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് അവിടെയാണ് ഡ്യൂട്ടി, ഒരു തരത്തിലും മാറ്റി തരത്തില്ല. ഞാൻ അവരോടെല്ലാം പറഞ്ഞു നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ മാതാവിനോട് ഈശോയോടും പറയാം, വേറെ ആരോടും ഞാൻ പറയുന്നില്ല. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഇതുപോലെ എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പിട്ട് ഇങ്ങനെ മാതാവിൻ്റെ പാദത്തെങ്കിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെയും ICU നിന്ന് ഇറങ്ങി. ലാസ്റ്റ് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റാൻ മാതാവ് സമ്മതിക്കല്ല് അങ്ങനെ പറഞ്ഞ് എൻ്റെ നെയിം ബോർഡിൻ്റെ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ഉറപ്പ് പറഞ്ഞു, ഇല്ല എന്നെ ഇവിടുന്ന് ആരും മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ അവിടെ ഡ്യൂട്ടി ഇടത്തില്ല എന്ന് പറഞ്ഞിരുന്നവർ അടുത്ത ബുധനാഴ്ച എന്നെ മാറ്റുന്ന ദിവസം എന്നോട് വന്ന് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിന്നോന്ന്. അത് എൻ്റെ അവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും വലിയ അത്ഭുതമായി. അവരെല്ലാം പറഞ്ഞു, ചേച്ചി മാതാവിനോടുള്ള പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ് എന്നും പറഞ്ഞ് പിള്ളേരെല്ലാം എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ലൈറ്റിക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടും അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച ഒരു കാര്യവും ഇതുവരെയും സാധിച്ചു തരാതിരുന്നിട്ടില്ല. ഉടമ്പടി ഉപ്പിൻ്റെ ശക്തി അതൊരു വളരെ ഒരു പ്രത്യേകമായ അനുഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ മാതാവിനോടും ഈശോയോടും എപ്പോഴും തന്നെ വർത്തമാനം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. എന്ത് വിഷമത്തിൽ ഞാൻ എപ്പം ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചാലും അതിനൊരു മറുപടി തരുന്നത് പോലെ എനിക്ക് തരാറുണ്ട്. സങ്കീർത്തനം 118 പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ. എപ്പോഴും ഞാൻ ആ വചനം എടുത്ത് വായിക്കും. പിന്നെ ആവർത്തന പുസ്തകത്തിൽ ഞാനിങ്ങനെ ഒരു ദിവസം വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പം എനിക്ക് കിട്ടിയ വചനമാണ് ആവർത്തന പുസ്തകം 20. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ശത്രുക്കളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കണ്ട് പേടിക്കരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും മനസ്സിലിത് ഓർക്കാറുണ്ട്. എന്നാലും എനിക്കൊരു പ്രത്യേക ധൈര്യം കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കുമ്പോഴല്ല എപ്പോഴും തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പേഷ്യനെ കണ്ട് പത്രം കൊടുക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ വന്ന് ഞാനങ്ങനെ പത്രം കൊടുത്തപ്പം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർക്കൊരു സാമ്പത്തിക സഹായമായിട്ടും പത്രവും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴ കണ്ടപ്പോൾ എനിക്ക് ടോക്കൺ ഇല്ലാതെ കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവ് ഈശോയും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുവാണ്, വാർഡിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻ്റെ അടുത്ത് തന്നെ പോയി കാണണമെന്ന്. അങ്ങനെ ഞാൻ വാർഡിൽ ചെന്നപ്പോൾ അവിടെ തീരെ വയ്യാതെയുള്ള കുറേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ പത്രം കൊടുത്തപ്പം ഒരു 2 പേരതിങ്ങനെ വാങ്ങിക്കാൻ മടിയായിട്ട് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ നിന്ന് വരുവാ, അങ്ങനെ തട്ടിപ്പും അങ്ങനെ ഒന്നും അല്ല, പൈസ തന്ന് നിങ്ങൾ വാങ്ങിക്കാൻ മടിയൊന്നും കാണിക്കണ്ടെന്ന്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, ഞങ്ങൾക്ക് തോന്നുന്നു മോളെ ദൈവമായിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അവരാണെങ്കിൽ സ്കാനിങ്ങിന് പോകാൻ വേണ്ടി പൈസ ഇല്ലാതെ അവരൊരു 750 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അവരിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒരാൾ കൊച്ചിനെയും കൊണ്ട് ഡിസ്ചാർജായി പോകാൻ വേണ്ടി വണ്ടി പോലും പിടിക്കാൻ കാശില്ലാതെ അങ്ങനെ പറഞ്ഞ് ഞാൻ എപ്പം പത്രം കൊടുത്താലും എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ജർമ്മനിയിലോട്ട് പോയപ്പം ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ട് അവിടുത്തെ പള്ളിയിൽ മാതാവിൻ്റെ കാശുരൂപവും
ജർമ്മൻ പത്രവും എല്ലാം കൊടുത്ത് അവരോടും എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു. പിന്നെ അവിടെയുള്ള എല്ലാ മലയാളി പിള്ളേർക്കും ഞാൻ പോകുമ്പോഴെല്ലാം പത്രം വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കുകയും അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാറുമുണ്ട്. അവിടെ എന്നെക്കൊണ്ട് പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും മാതാവിനോട് ഉള്ള ജപമാലയുടെ ശക്തിയെല്ലാം പറയാറുമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. അതുകൂടാതെ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി ധ്യാനം പോലും ഞാൻ ചൊവ്വാഴ്ചത്തെ മുടക്കിയിട്ടില്ല. ഇത്രയും നാളുകൊണ്ട് എനിക്ക് ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആഴ്ച ഏതെങ്കിലും ദിവസം അത് കൂടും. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ആഴ്ചയും രാവിലെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ യൂട്യൂബിൽ വേറെ ഒരു കാര്യങ്ങളും തന്നെ കേൾക്കാറില്ല. സ്ഥിരമായിട്ട് സാക്ഷ്യം കാണുകയും ഇവിടെ ജീവവചസ്സുകൾ ജോമോൾ സിസ്റ്ററിൻ്റെ വചന ശുശ്രൂഷ, വിജയകുമാർ ബ്രദറിൻ്റെ, അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ തന്നെ റൂമിലുള്ളൂ. അപ്പോൾ എനിക്കത് ഒച്ചത്തിൽ വെച്ച് കേട്ടോണ്ട് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുമൊക്കെ ഇങ്ങനെ മാതാവിനോട് ഈശോയോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ഇത്. അതുപോലെ കാരുണ്യപ്രവൃത്തി, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ആ കൊച്ചിന് മോടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ പറയുമ്പോഴെല്ലാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് അവർ തരും. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാവരും പറഞ്ഞു കുറഞ്ഞത് 1 മാസമെങ്കിലും അല്ലെങ്കിൽ 3 മാസം കൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും ഇതുപോലെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനതിന് ആപ്ലിക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റും കൂടെ തരണം, ഞാനിവിടെ വരുമ്പോൾ അത് പ്രത്യേക സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെനിക്ക് 3 ആഴ്ച കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റും തന്നു. അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലി വിസയ്ക്ക് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി ബാക്കിയുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ ജർമ്മൻ കുർബാനയാണ് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുമ്പോഴെല്ലാം പള്ളിയിൽ പോവുകയും അവിടുത്തെ പള്ളികളിലാണെങ്കിലും അവർക്ക് ഇങ്ങനെ നമ്മൾ ദൈവികപരമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ എല്ലാ ശുശ്രൂഷയ്ക്കും പോകുന്നതെല്ലാം അവർക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പം പള്ളിയായിട്ട് അവിടെയും ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര ഇതും പ്രാർത്ഥനയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിനും പോകാറുണ്ട്. പിന്നെ ജപമാല ഞാൻ ഒരു ദിവസം പോലും ഞാൻ ജപമാല മുടക്കാറില്ല. പിന്നെ ആഴ്ചയിൽ എനിക്ക് 2 ദിവസം ലീവ് കിട്ടും. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ലീവ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ദിവസം ഞാൻ തന്നെ 1000 മണി ജപമാല ഞാൻ രാവിലെ വെളുപ്പിന് ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് അങ്ങനത്തെ ജപമാല ഞാൻ തന്നെ ഇരുന്ന് 1000 മണി ജപമാല ചൊല്ലി ലോക സമാധാനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ മാതാവിൻ്റെ സഹായത്തിലൂടെ കർത്താവ് എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി സാധിച്ചു തന്നതാണ്. എല്ലാം ഞാൻ എപ്പോഴും അപ്പ അമ്മയെന്ന് വിളിച്ച് നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന പോലെ എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും അതുകൊണ്ട് ആകുലതയോ അങ്ങനെയൊന്നും ഇല്ല. ഇനിയും പ്രത്യേകിച്ച് എനിക്ക് നിയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും നിയോഗങ്ങളില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യവും സാധിച്ചു തന്ന് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ലെങ്കിൽ എന്തായാലും ഞാൻ മരണം വരെ ഉടമ്പടിയിൽ തന്നെ ആകുമെന്ന്, ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും വാക്ക് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരേന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് അമൽ മൈക്കിൾ. ഞാൻ തലശ്ശേരി അതിരൂപതാംഗമാണ്, കണ്ണൂർ സ്വദേശി. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ വേദിയിലായിരിക്കുന്നത്. ആദ്യമായി തന്നെ ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. 2021 മാർച്ച് 20 ഞാൻ ആദ്യമായി ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും. എൻ്റെ അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അമ്മ നിലവിൽ തന്നെ 14 തവണ ഉടമ്പടി പുതുക്കിയ ഒരാളാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ ഡിഗ്രി പഠനകാലത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ സെക്കൻഡ് ഇയർ ടൈമിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു പുസ്തകം എഴുതാം എന്നുള്ളൊരു ആശയത്തിലോട്ട് വന്നത്. മറ്റധികം ആൾക്കാരോടൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരു അനുഭവം ആയതുകൊണ്ട് ഒരു പുസ്തകമായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു റൈറ്റപ്പ് പോലെ എഴുതി തുടങ്ങിയതാണ്. ആദ്യമൊക്കെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു കോമഡി ആയിരുന്നു എന്താണ് ഞാൻ എഴുതുന്നതെന്നുള്ള കാര്യം. പിന്നെ അത് സീരിയസ് ആയി പോയി. ഒരു വർഷത്തോളം എടുത്താണ് ഞാൻ എൻ്റെ പുസ്തകം കംപ്ലീറ്റ് ആക്കിയത്.
200 പേജുകളോളമുള്ള 9 കഥകളടങ്ങിയ ഒരു ഷോർട്ട് സ്റ്റോറീസ് കളക്ഷനാണ് എൻ്റെ പുസ്തകം. ഹോപ്പ് എന്നാണ് പേര്. പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു MBA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇത്രത്തോളം സാഹിത്യകാരന്മാരുള്ളൊരു മലയാള ലോകത്ത് എന്നെപ്പോലുള്ളൊരു ഡെബ്യൂട്ട് ഓതറിന് വരാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും പണ്ട് തൊട്ടേ എഴുതുമ്പോൾ ആരെങ്കിലും ഇതാര് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര തൻ്റെ അടുത്തോടു കൂടി പറയുമായിരുന്നു DC ബുക്സ് ആയിരിക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏഷ്യയിലെ നമ്പർ 1 പബ്ലിഷിംഗ് ഹൗസാണ്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആര് ചോദിച്ചാലും പറയുന്നത് DC എന്നാണ്. വേറെ ഒന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ DC ബുക്സിനെ ഞാൻ സമീപിക്കുകയാണ് ചെയ്തത്. അതെല്ലാം ഭയങ്കര സമയച്ചുരുക്കം ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും എഴുതാനിരിക്കുമ്പോൾ മാതാവിൻ്റെ തൈലം പുരട്ടി എൻ്റെ കയ്യിൽ കാശുരൂപം പിടിച്ച് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ വീട്ടിൽ ഈശോയുടെ ഒരു ക്രൂശിത രൂപമുണ്ട്. അപ്പോൾ ആ ക്രൂസിഫിക്ഷൻ സ്റ്റാച്ചുവിൽ കൈ പിടിച്ചിട്ട് എനിക്കായി മുറിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ മുറിയപ്പെട്ട കരങ്ങൾ എൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ച് എന്നെ പരീക്ഷ എഴുതിക്കണമേ, എന്നെ എൻ്റെ കഥകൾ എഴുതിപ്പിക്കണേ എന്ന് പറഞ്ഞാണ് ഞാൻ എപ്പോഴും എഴുതിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മാതാവിന് മടിയിലിരുന്ന് ഈശോയുടെ കൈ പിടിച്ചാണ് എൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അവസാനം ഇപ്പോൾ DC ബുക്സിനെ സമീപിക്കാനുള്ളൊരു സമയമായി. നമുക്ക് നോർമലി അറിയാം, എത്ര വലിയ എഴുത്തുകാരാണേലും ഇറ്റ് വിൽ ടേക്ക് അപ് ടു നോർമൽ ഒരു 3 to 6 months എടുക്കും ഒരു ബുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത്. അത്ര വലിയ എഴുത്തുകാരുടെ ആണെങ്കിൽ പോലും അത് പബ്ലിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ പുസ്തകം ഞാൻ സബ്മിറ്റ് ചെയ്ത് 17ാമത്തെ ദിവസമാണ് DC ബുക്സ് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഒരു 3 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. 3 എഡിഷൻ കഴിഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ വായിച്ചു. 4ാം എഡിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ ഇൻബോക്സുകളിലൊക്കെ ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂസും മെസ്സേജസും എല്ലാം ഞാൻ കാണുന്നുണ്ട്. 22 വയസ്സിൽ ഇതെങ്ങനെ നടന്നു എന്നുള്ള കാര്യം എനിക്കിന്നും അറിയില്ല. ദൈവത്തോട് ഭയങ്കരമായിട്ട് നന്ദി പറയുകയാണ്. എങ്ങനെ എന്നെ കൊണ്ട് നേരിട്ട് തന്നെ ഒരിക്കലും സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനം ചെറുപ്പം തൊട്ടേ അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ സ്കൂളിലൊന്നും പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ഫാമിലിയുള്ളവരൊക്കെ. എൻ്റെ അമ്മയൊരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ എന്നെ LKGയിലും UKGയിലും എല്ലാം കൊണ്ടുവിട്ടു. LKGയിൽ ഒരു ദിവസം, UKGയിൽ പിറ്റേ വർഷം ഉച്ചവരെ എന്നിട്ട് തിരിഞ്ഞ് പോകുന്നതാണ് ഞാൻ. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എന്നെ ഒന്നിക്കൊണ്ട് ചേർത്തത്. അപ്പോൾ എൻ്റെ ആ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിന് പേര് ഹോപ്പ് എന്നാണ്. ഇതാണ് എൻ്റെ പുസ്തകം. കഴിയുന്നവരൊക്കെ വാങ്ങി വായിക്കാമെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫിക്ഷനും നോൺ ഫിക്ഷനും ചേർത്തുള്ളതാണ്. ഞാൻ കൃപാസനത്തിൽ വരുന്നതും കൃപാസനത്തിലുള്ള എൻ്റെ ഒരു വിശ്വാസമല്ല ഈ പുസ്തകത്തിൻ്റെ പല പേജുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇവിടെ വന്നിരുന്നു. പിറ്റേ ദിവസം എനിക്കൊരു എക്സാമായിട്ട് വന്നപ്പോൾ എനിക്ക് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിചാരിതമായി ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ബുക്കെന്ന്, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ബുക്കിൻ്റെ മണ്ടയിലാണ് പിടിച്ചത്. അപ്പോൾ അച്ഛൻ എന്താണ് ബുക്കെന്ന് ചോദിച്ച് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിയിട്ട് കുറച്ച് എൻ്റെ ബ്ലർബ് ഒന്ന് വായിച്ച് നോക്കി. എന്നിട്ട് നേരെ മാതാവിൻ്റെ രൂപത്തിൽ പോയിട്ട് തൊട്ട് പ്രാർത്ഥിച്ചൊരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഇത്ര വളരെ നന്നായിട്ട് വളരെ മിറക്കിൾ തന്നെയാണ് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് മാതാവിനോട് നന്ദി പറയുകയാണ്. പിന്നെ പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് പാട്ടുകാരനാണ്. എൻ്റെ പള്ളിയിലും തലശ്ശേരി അതിരൂപതയിലെല്ലാം പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ MBA പഠിക്കുന്നത് ഇവിടെ ദൂരെ മാറിയിട്ടാണ്, കോട്ടയത്താണ്. തലശ്ശേരി അതിരൂപതയിൽ റാസകുർബാനയ്ക്ക് ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അൺഒഫീഷ്യലായി സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനൊരു 54 റാസുകൾക്ക് ഒരു കൊച്ചച്ഛൻ നിൽക്കേണ്ട പൊസിഷനിൽ നിന്ന് കുർബാന ബലിപീഠത്തിൽ നിന്ന് അർപ്പിച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ യോഗ്യത എന്ന് എനിക്കിന്നും അറിയില്ല. കുർബാനയെ ചൊല്ലുന്ന പറയുന്ന പോലെ അയോഗ്യനും ബലഹീനും പാപിയായതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ അവസരം കിട്ടിയത്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് എല്ലാത്തിനും എപ്പോഴും കൂടെ നിൽക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഒരു മടിയായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ പോയാണ് എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ അടുത്തുള്ള പള്ളികളിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒട്ടും പരിചയമില്ലാത്തവിടത്തും ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും നട റോഡിലൊക്കെ ഇറങ്ങി കൊടുക്കാറുണ്ട്. എനിക്കതും ഇപ്പോഴാണെങ്കിലും ഒരു മടിയുണ്ടാവും. പക്ഷേ അമ്മയാണ് എല്ലാം മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മയ്ക്കൊരു നാണോ ഇല്ലേന്ന്. അമ്മയാണ് അതിൻ്റെ മുമ്പിട്ട് എപ്പോഴും നിൽക്കുന്നത്. അമ്മയോട് ഓൾറെഡി സാക്ഷ്യം പറഞ്ഞാണ് 14 തവണ പുതുക്കി. അപ്പോൾ അമ്മയാണ്. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളിൽ പറ്റുന്ന പോലെ, മെഡിക്കൽ കോളേജുകളിലൊക്കെ എപ്പോഴും ഇല്ല, പറ്റുന്ന പോലെ, ഞാൻ സ്റ്റുഡൻ്റാണ് അറിയാലോ, അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഭക്ഷണ പൊതികൾ കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാവാറുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട്. അമ്മ 1000 ജപമാലയൊക്കെയാണ് ഒരു മാസം കൊണ്ട് തീർക്കുന്നത്, ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനൊരു പുസ്തകം എഴുതാൻ തന്നതും ഇവിടെ ഇങ്ങനൊരു ബലിപീഠത്തിൽ ഇത്രത്തോളം വലിയ വലിയ അത്ഭുതങ്ങൾ നടന്ന് ഈ ബലിപീഠത്തിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുകയാണ്. ഇതാണ് പുസ്തകം. പ്രത്യാശ എന്ന് തന്നെയാണ്, ഹോപ്പ് എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മുൻപോട്ടുള്ള ജീവിതത്തിൽ വായനക്കാർക്കും എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ ഒത്തിരി പ്രത്യാശ എൻ്റെ പുസ്തകം തരുന്നുണ്ട്. അടുത്ത പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. ഇന്ന് കൈപിടിച്ച് നടത്തിയ പോലെ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും പഠിത്തത്തിലാണേലും, ഇപ്പോൾ MBA ഫസ്റ്റ് ഇയറാണ്, പാട്ടിൻ്റെ കാര്യത്തിലാണേലും അടുത്ത പുസ്തകമാണ്, എല്ലാത്തിലും പരിശുദ്ധ അമ്മ ഇതേപോലെ തന്നെ കൈപിടിച്ച് നടത്തുമെന്ന്
ഉറച്ച് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു.